മാന്നാറിൽ നാടിനെ നടുക്കിയ ദാരുണ സംഭവത്തിൽ മനോജിന്റെ മൂത്ത മകളും മരണത്തിന് കീഴടങ്ങി. ആലപ്പുഴ മാന്നാർ ആലമൂട് ജംഗ്ഷൻ പുല്ലോളിമുക്ക് സ്വദേശി ശിവനന്ദാണ് ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10 മണിയോടെ അന്തരിച്ചത്. ഇതോടെ കുടുംബത്തിലെ മരണസംഖ്യ 2 ഉയർന്നു. കുട്ടികൾക്ക് വിഷം നൽകിയ ശേഷം പിതാവായ മനോജ് ഇന്നലെ തന്നെ മരിച്ചിരുന്നു. പിന്നാലെയാണ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന മക്കളുടെ മരണവാർത്തയും പുറത്തുവരുന്നത്. കുടുംബത്തിന്റെ ആകസ്മിക തകർച്ച മാന്നാർ നിവാസികളെ ഒന്നടങ്കം ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ മകൾ ശിവകീർത്തന ഇപ്പോഴും ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. കുട്ടിക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നുണ്ടെങ്കിലും നില മെച്ചപ്പെട്ടിട്ടില്ലെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കുഞ്ഞിന്റെ ജീവനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് ബന്ധുക്കൾ. മാന്നാർ ശ്രീ ഭുവനേശ്വരി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു അന്തരിച്ച ശിവനന്ദ. പഠനത്തിലും കലാകായിക രംഗത്തും മികവ് പുലർത്തിയിരുന്ന കുട്ടിയുടെ വേർപാട് സഹപാഠികളെയും അധ്യാപകരെയും വലിയ തോതിൽ മാനസികമായി തളർത്തിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം സ്കൂൾ വിട്ട മകളെ കൂട്ടിക്കൊണ്ടുപോകാൻ മനോജ് കാറുമായി എത്തിയിരുന്നു. സാധാരണ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വെച്ചാണ് ദാരുണമായി ഈ സംഭവങ്ങൾ അരങ്ങേറിയത്. കാറിനുള്ളിൽ വെച്ച മനോജ് കുട്ടികൾക്ക് ജ്യൂസ് വാങ്ങി നൽകുകയായിരുന്നു. ഈ ജ്യൂസിൽ മനോജ് നേരത്തെ തന്നെ വിഷം കലർത്തിയിരുന്നു എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കുട്ടികൾക്ക് നൽകിയ ശേഷം മനോജും ഇതേ ജ്യൂസ് കുടിച്ചു. എന്നാൽ ജ്യൂസിന് അമിതമായ കയ്പുണ്ടെന്ന് തോന്നിയ ഇളയ മകൾ ശിവഗംഗ അത് കുടിക്കാതെ തുപ്പിക്കളയുകയായിരുന്നു. റോഡരികിൽ അസ്വാഭാവികമായ രീതിയിൽ നിർത്തിയിട്ടിരുന്ന കാർ കണ്ടാണ് നാട്ടുകാർ ശ്രദ്ധിക്കുന്നത്. കാറിനുള്ളിൽ 3 പേരും അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ട പരിഭ്രാന്തരായ നാട്ടുകാർ ഉടൻ തന്നെ ഇവരെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ മനോജ് മരണപ്പെട്ടിരുന്നു. ശിവനന്ദയും ശിവകീർത്തനയും ഉടൻ തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയെങ്കിലും ശിവനന്ദയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ശിവകീർത്തനയുടെ ആരോഗ്യനില നിരീക്ഷിച്ചു വരികയാണ്. കുടുംബം നേരിട്ടിരുന്ന കടുത്ത സാമ്പത്തിക ബാധ്യതയാണ് ഇത്തരമൊരു കടുങ്കൈ ചെയ്യാൻ മനോജിനെ പ്രേരിപ്പിച്ചത് എന്നാണ് പോലീസ് കരുതുന്നത്. മനോജിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും കടബാധ്യതകളെക്കുറിച്ചും മാന്നാർ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നാട്ടുകാർക്കും ബന്ധുക്കൾക്കും മനോജിനെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു. എന്നാൽ ഉള്ളിലൊളിപ്പിച്ച സാമ്പത്തിക പ്രയാസങ്ങൾ പുറത്തു പറയാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. ഒരു നിമിഷത്തെ ആലോചനയില്ലാത്ത തീരുമാനം ഒരു കുടുംബത്തെ ആകെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. ഈ ദാരുണ സംഭവത്തിൽ മാന്നാർ പോലീസ് കേസെടുത്ത ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ഇളയ മകളുടെ നില മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ നാട്.